വിലക്കപ്പെട്ട പ്രണയം ഭാഗം 38. കോളേജിനുള്ളിലേക്ക് കയറ്റി എബി വണ്ടി പാർക്ക് ചെയ്തു. ആമി ബാഗും മറ്റു സാധനങ്ങളൊക്കെ എടുത്ത് വേഗം തന്നെ കാറിൽ നിന്നിറങ്ങി. ബൈ. കാറിൽ നിന്നിറങ്ങി ഡോറടച്ച് അവനോട് യാത്ര പറയാൻ നോക്കുമ്പോൾ കാണുന്നത് അവനും കാറിൽ നിന്നിറങ്ങി നിൽക്കുന്നതാണ്. കം. തികച്ചും ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ മുന്നിൽ നടന്നു. അവൻ്റെ ഗൗരവവും മസിൽ പിടിച്ചുള്ള നടത്തവും ഒക്കെ കണ്ട് ആമിക്ക് ബോഡിഗാർഡ് സിനിമയിലെ ദിലീപിനെ പോലെയാണ് തോന്നിയത്. പിന്നെ ഒന്നും മിണ്ടാതെ ആമി അവൻ്റെ പുറകെ നടന്നു. കോളേജിലേക്കെത്തി എല്ലാ കാര്യങ്ങളും എബി തന്നെയാണ് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതുമെല്ലാം. താൻ തൻ്റെ ആ നാവ് ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കൊന്ന് ഉപയോഗിക്കുക. ഇപ്പം ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു. എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഹാൾ ടിക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്ത് റൂമൊക്കെ കാണിച്ചു കൊടുത്തതിന് ശേഷം എബി അല്പം പരുക്കമായി തന്നെ ആമിയോട് പറഞ്ഞു. അത് പിന്നെ ഈ ടെൻഷൻ. ആമി കർച്ചീഫ് ഉപയോഗിച്ച് നെറ്റിയിലുള്ള വിയർപ്പൊപ്പിയെടുത്തുകൊണ്ട് പറഞ്ഞു. എന്തിനാ ഇങ്ങനെ ടെൻഷനാകുന്നത്? പഠിക്കാനുള്ളതൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ടെൻഷൻ ആകേണ്ട കാര്യമൊന്നുമില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിരുന്നാൽ പിന്നെ പഠിച്ചതൊക്കെ മറന്നുപോകും. പോയി ക്ലാസ്സിലിരിക്കാൻ നോക്കിക്കോ. ഓൾ ദി ബെസ്റ്റ്. അവൾക്ക് നേരെ കൈ നീട്ടി ഒരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞ് അവൻ തിരിച്ച് കാറിൻ്റെ അരികിലേക്ക് നടന്നു. ആമി ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ എക്സാം ഹാളിലേക്ക് കയറിയിരുന്നു. എക്സാം തുടങ്ങി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ അത്ര പാടുള്ളതൊന്നും ആയിരുന്നില്ല ക്വസ്റ്റ്യൻസ്. പഠിച്ചിട്ടുള്ളതൊക്കെ തന്നെയായിരുന്നു. എബി ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു തന്ന ഒരുപാട് ചോദ്യങ്ങളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം തന്നെ നല്ല ഭംഗിയിൽ അവൾക്ക് എഴുതാനും സാധിച്ചു. എക്സാം കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇതിനെന്തായാലും പാസ്സാകും എന്നൊരു കോൺഫിഡൻസ് അവൾക്കുണ്ടായിരുന്നു. കാരണം പഠിച്ചിരുന്നത് കൊണ്ട് തന്നെ മോശമല്ലാത്ത രീതിയിൽ എക്സാം എഴുതാൻ അവൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. തിരികെ വീട്ടിലേക്ക് പോകാൻ കോളേജിൻ്റെ മുന്നിൽ നിന്ന് തന്നെ ബസ് കിട്ടും. ബസ്സിന് പോയാൽ വീടിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി 5 മിനിറ്റ് നടന്നാൽ വീട്ടിലേക്കെത്താം. പരീക്ഷ കഴിഞ്ഞിറങ്ങിയപ്പോൾ തന്നെ വേഗം ബസ് കിട്ടി. ബസ്സിലിരുന്ന് എബിക്ക് പരീക്ഷ നല്ലതായിരുന്നുവെന്നും എല്ലാ ക്വസ്റ്റ്യൻസും നല്ല രീതിയിൽ തന്നെ എഴുതാൻ കഴിഞ്ഞു എന്നൊക്കെ മെസ്സേജ് അയച്ചിട്ടു. കാരണം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോൾ അതെങ്ങനെയുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇടണമെന്ന് എബി അവളോട് പറഞ്ഞേൽപ്പിച്ചതായിരുന്നു. വീട്ടിലേക്ക് ചെന്ന് മുത്തശ്ശിയോടും പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിക്കും അത് കേട്ട് സന്തോഷമാണ് തോന്നിയത്. ഇനി അങ്ങോട്ട് ഒന്നിടവിട്ട ദിവസങ്ങളിലായി പരീക്ഷകളുണ്ട്. അടുത്ത ആഴ്ച വരെയുണ്ട് പരീക്ഷ. അത് കഴിഞ്ഞ് തീർന്നു. പരീക്ഷകളുടെ തിരക്കും മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെയായി ആമിയുടെ ജീവിതം അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പലപ്പോഴും രാത്രികളിൽ ഉറക്കമൊഴിച്ച് വരെ ആമി ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. അതല്ലെങ്കിലും പരീക്ഷ അടുക്കുന്നതിന് മുൻപ് വരെ നമുക്ക് പഠിക്കാൻ വളരെ മടിയായിരിക്കും. എങ്കിലും എന്തെങ്കിലുമൊക്കെ പഠിക്കാമെന്ന് പറഞ്ഞിരുന്നാലും ചിലപ്പോൾ 1-2 പേജായിരിക്കും പഠിച്ചു തീർക്കുന്നത്. പക്ഷേ പരീക്ഷ അത്രയും അടുത്തെത്തി കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ബുക്ക് വരെ 2 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കും. ചില ദിവസങ്ങളിൽ എബിയും ആമിയും ബാൽക്കണിയിലിരുന്നായിരിക്കും ഒരുമിച്ച് പഠിക്കുക. എബിയോട് ആമി പോയി കിടക്കാൻ പറഞ്ഞാലും അവൻ ചിലപ്പോൾ അത് കൂട്ടാക്കാതെ എന്തെങ്കിലുമൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്തും പഠിപ്പിച്ചു കൊടുത്തുമൊക്കെ അവളുടെ കൂടെ ഇരിക്കും. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇന്നത്തെ കൊണ്ട് ആമിയുടെ പരീക്ഷകളെല്ലാം തീരുകയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്നാൽ മതി എന്ന് ചിന്തിച്ചാണ് ആമി ഇപ്പോൾ ജീവിക്കുന്നത്. അങ്ങനെ അവസാന ദിവസത്തെ പരീക്ഷയും എഴുതി കഴിഞ്ഞ് ആമി ഇറങ്ങി. പരീക്ഷ കഴിഞ്ഞിറങ്ങി ബസ്സിലിരിക്കുന്ന സമയത്താണ് എബി വിളിക്കുന്നത്. എടോ, താൻ എക്സാം കഴിഞ്ഞിറങ്ങിയോ? ആ, ഇറങ്ങി. ഞാൻ ബസ്സിൽ കയറി. എന്നിട്ടിപ്പോൾ എവിടെ എത്തി? ഞാൻ ദാ പേപ്പാറ വളവ് വരെ എത്തി. എങ്കിൽ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി അവിടെ നിൽക്ക്, ഞാൻ അങ്ങോട്ട് വരാം. അത്രമാത്രം പറഞ്ഞ് അവൻ ഫോൺ കോൾ അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്താണ് കാര്യമെന്നോ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്നൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. അതിനു മുന്നേ തന്നെ അവൻ ഫോൺ വച്ചിരുന്നു. അല്പം ടെൻഷനോടെയാണെങ്കിലും ആമി അടുത്ത സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയപ്പോൾ അവിടെ ഇറങ്ങി നിന്നു. കുറച്ചു സമയം കാത്തിരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ദൂരെ നിന്ന് എബിയുടെ കാറ് വരുന്നത് ആമി കാണുന്നുണ്ടായിരുന്നു. കയറ്. അവളുടെ മുന്നിൽ വണ്ടി നിർത്തിക്കൊണ്ട് അവൻ പറഞ്ഞതും ആമി മറുത്തൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വേഗം തന്നെ വണ്ടിയിലേക്ക് കയറി. എന്തിനാ ഇവിടെ ഇറങ്ങാൻ പറഞ്ഞത്? മുത്തശ്ശിക്ക് എന്തെങ്കിലും? ഏയ്, അമ്മാമ്മയ്ക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇന്ന് തൻ്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയതല്ലേ എന്ന് വിചാരിച്ച് തന്നെ കൂട്ടി എങ്ങോട്ടെങ്കിലും പോകാമെന്ന് കരുതി വന്നതാണ്. എബി അങ്ങനെ പറഞ്ഞതും ആമി അവനെ വിശ്വാസം വരാത്ത രീതിയിൽ നോക്കി. എന്നെ കൂട്ടിയോ? യെസ്. കുറച്ച് ദിവസമായിട്ട് പഠിപ്പും ജോലിയും പരീക്ഷയും ഒക്കെ ആയിട്ട് വല്ലാതെ ക്ഷീണിച്ച് നടക്കുമല്ലേ. എവിടെയെങ്കിലും പോയൊന്ന് ചില്ലായിട്ട് വരാം. വണ്ടി ഓടിച്ചുകൊണ്ട് എബി പറഞ്ഞതും ആമിക്ക് മനസ്സിൽ വല്ലാത്ത സന്തോഷം തോന്നി. ശരിയാണ്, ഈ 2 ആഴ്ചയായിട്ട് മനസ്സിനും ശരീരത്തിനുമൊക്കെ വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ എങ്കിലും ഇതൊക്കെ ചെയ്തു തീർത്ത് തന്നെ മതിയാവുകയുള്ളൂ എന്നറിയാവുന്നത് കൊണ്ട് എല്ലാം അങ്ങോട്ട് ചെയ്തു. പക്ഷേ ശരീരത്തിന് നല്ല തളർച്ചയും ക്ഷീണവും, മനസ്സിലാണെങ്കിൽ അതിലും വലിയ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ പറയാനോ അറിയാനോ ഒക്കെ ആരും ഇല്ലാത്തത് കൊണ്ട് ആരോടും പറഞ്ഞില്ലെന്ന് മാത്രം. പക്ഷേ മുത്തശ്ശി കാത്തിരിക്കില്ലേ എന്നെ? അതൊക്കെ ഞാൻ അമ്മാമ്മയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൂടി കേട്ടതും ആമിക്ക് ആശ്വാസമായി. മുത്തശ്ശി അങ്ങനെ പ്രത്യേകിച്ച് തങ്ങളെ ഒന്നും പറയില്ലെന്നറിയാം. പക്ഷേ ചെറിയ മമ്മി അതുപോലെയല്ല. അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അതിൽ പിടിച്ച് കയറാൻ കാത്തിരിക്കുവാണ്. അങ്ങനെയുള്ളപ്പോൾ ഈ കാര്യം പറഞ്ഞാൽ എന്തായാലും എന്തെങ്കിലും ഒരു ചെറിയ പൊട്ടിത്തെറിയെങ്കിലും അവർ സൃഷ്ടിക്കാതിരിക്കില്ല എന്നത് ആമിക്ക് ഉറപ്പാണ്.
പിന്നെ അവരെക്കുറിച്ച് ആലോചിച്ച് ഈ നല്ല സമയം നശിപ്പിച്ച് കളയണ്ടല്ലോ എന്ന് കരുതി ആമി അവരുടെ കാര്യം ഓർത്തപ്പോൾ തന്നെ അത് വിട്ടുകളഞ്ഞു. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കഫേയിൽ പോയി ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് എത്തിയത്. മുത്തശ്ശിക്ക് ഇവരുടെ ഈ സൗഹൃദത്തിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് ആമിക്കും എബിക്കും ഇടയിൽ നല്ല രീതിയിലുള്ളൊരു സൗഹൃദം ഉടലെടുക്കുവാൻ ഒരുപാട് സഹായിച്ചു. ഇതിനിടയ്ക്ക് ചെറിയ മമ്മിയുടെ ചെറിയ രീതിയിലുള്ള തട്ടലുകളും മുട്ടലുകളും ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഒരു വഴിക്ക് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും അതൊന്നും തങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് ആമിയും എബിയും ഇപ്പോൾ. പോരാത്തതിന് ഇപ്പോൾ ചെറിയ മമ്മി എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോൾ മുത്തശ്ശി അതിന് തക്കതായ മറുപടി തിരികെ കൊടുക്കുന്നുമുണ്ട്. മുൻപൊക്കെ ആയിരുന്നെങ്കിൽ ചെറിയ മമ്മിയെ അനുകൂലിച്ച് പറയുന്ന രീതിയിലായിരിക്കും മുത്തശ്ശി എന്തെങ്കിലും സംസാരിക്കുക. പക്ഷേ ഇപ്പോൾ ചെറിയ മമ്മിയുടെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം വന്നു. ഇപ്പോഴായതിൽ പിന്നെ അവരെല്ലാത്തിനെയും മോശം രീതിയിലും തെറ്റായ രീതിയിലും കാണുന്നൊരു പ്രവണതയുണ്ടായിട്ടുണ്ട്. അത് മുത്തശ്ശിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഇപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങൾക്കും മുത്തശ്ശി ചെറിയ മമ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാറില്ല. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നാളെ ചെറിയ മമ്മിയുടെ മകളും കുട്ടിയും കൂടി ഇങ്ങോട്ട് വരികയാണ്. അവളുടെ ഹസ്ബൻഡിന് ലീവ് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. ചെറിയ മമ്മിയും മുത്തശ്ശിയും ഒക്കെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. എബിക്ക് പിന്നെ ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നൊരു മട്ടാണ്. ചെറിയ മമ്മിയുടെ മോള് വരുന്നതിൽ സന്തോഷമൊന്നുമില്ലേ? രാത്രിയിലുള്ള പതിവ് സംസാരത്തിൽ ആമി വെറുതെ അവനോട് തമാശ കലർത്തി ചോദിച്ചു. ഓ, എന്തിന്? അവളോടൊക്കെ ഞാൻ സംസാരിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് സംശയമാണ്. എബി അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് അവളെക്കുറിച്ച് പറഞ്ഞത് തന്നെ. അതെ, ഒരു കാര്യം ചോദിച്ചാൽ താൻ സത്യം പറയോ? അവൻ്റെ ആ മറുപടി അത്ര തൃപ്തികരമല്ലായിരുന്നുവെങ്കിലും ആമി അവനോട് തിരികെ ഒരു ചോദ്യം ചോദിച്ചു. എന്താ? താൻ ഇതിനു മുൻപ് ആരെയോ സ്നേഹിച്ചിട്ടില്ലേ? തൻ്റെ മനസ്സിനുള്ളിൽ താഴ്ത്ത് പൂട്ടി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഓർമ്മകളുടെ താഴ് ആമി താക്കോൽ ഉപയോഗിച്ച് തുറന്നതുപോലെയാണ് എബിക്ക് ആ ചോദ്യം കേട്ടപ്പോൾ തോന്നിയത്. അവളുടെ ആ ചോദ്യം കേട്ടതും എബി ഒരു നിമിഷത്തേക്കൊന്ന് മൗനമായി. നമുക്ക് ഈ കാര്യം പിന്നെ സംസാരിച്ചാൽ പോരെ? അവൻ തിരികെ പറഞ്ഞു. ഇതിപ്പോൾ കുറേയായി പിന്നെ എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കുന്നു. ഒരേ സമയം അവന് താല്പര്യമുണ്ടെങ്കിൽ പറയട്ടെ എന്നും അതുപോലെ അതൊക്കെ അറിയാൻ തനിക്ക് താല്പര്യം ഉണ്ടെന്ന രീതിയിലുള്ള ഉത്തരവായിരുന്നു ആമി അവന് തിരികെ കൊടുത്തത്. എന്തായാലും പറയാം, ഇതിപ്പോൾ അത്ര വലിയ സംഭവമൊന്നുമല്ല. ചിലപ്പോൾ കേട്ട് കഴിയുമ്പോൾ തനിക്ക് തന്നെ ഇത് അരോചകമായിട്ട് തോന്നാം. അത് കരുതിയാണ് ഇത്രയും നാളെ ഞാൻ പറയാതിരുന്നത്. അല്ലാതെ വലിയ ബിൽഡപ്പ് ഉള്ളതുകൊണ്ടൊന്നുമല്ല കേട്ടോ. എബി ആദ്യം തന്നെ അവൾക്ക് ഏകദേശം ഒരു ധാരണ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു തുടങ്ങണം. എൻ്റെ അപ്പൻ എബ്രഹാം, ദ ഗ്രേറ്റ് എബ്രഹാം കാട്ടുപറമ്പിൽ. അദ്ദേഹമാണ് ഇന്നീ കാണുന്നതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ മെയിൻ പങ്കാളി. മുത്തശ്ശിക്കും മുത്തശ്ശിയുടെ കെട്ടിയോൻ ജോർജിനും ആദ്യം ഉണ്ടായതൊരു പെൺകുട്ടിയാണ്. ജനിച്ച് ഏതാണ്ട് ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ ആ കൊച്ചു മരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം കിട്ടിയ ഓമനപുത്രനാണ് എബ്രഹാം. താഴ്ത്തും തറയിലും വെക്കാതെ വളർത്തി, എന്തിനും കൂടെ നിന്നു. പക്ഷേ നല്ല രീതിയിലുള്ള അടുക്കും ചിട്ടയിലും തന്നെയാണ് വളർത്തിയെടുത്തത്. വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് ഏതെങ്കിലും സ്ഥലത്തേക്ക് ജോലിക്ക് പോകുന്നതിന് പകരം എൻ്റെ അപ്പൻ അപ്പാപ്പൻ്റെ ജോലി തന്നെ തുടർന്നു. ഇവിടെ മുൻപുണ്ടായിരുന്ന വീടിൻ്റെ മുൻപിലായി ഒരു ചെറിയ കടയിലാണ് അദ്ദേഹം വ്യാപാരം തുടങ്ങിയത്. ആളുടെ മെയിൻ ബിസിനസ് എന്ന് പറയുന്നത് സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കിയ കുറച്ച് സ്പൈസസും പച്ചക്കറികളും ഒക്കെ ഇവിടെ തന്നെ വെച്ച് വിൽക്കുന്നതായിരുന്നു. അപ്പാപ്പനും അമ്മാമ്മയ്ക്കും അത്യാവശ്യം പ്രായമായതിൽ പിന്നെയാണ് എൻ്റെ അപ്പൻ ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ അപ്പൻ ഒരുമാതിരി വളർന്നെത്തിയപ്പോൾ തന്നെ അപ്പാപ്പൻ ആകെ അവശതയിലേക്ക് പോയിരുന്നു. അങ്ങനെ വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്തങ്ങളും ഒക്കെ അപ്പൻ്റെ തലയിലായി. അതിനുശേഷം അധികം വൈകാതെ തന്നെ അപ്പാപ്പൻ ടാറ്റ പറഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ അപ്പൻ ബിസിനസ് ഏറ്റെടുത്തത് പിന്നെ വച്ചടി കയറ്റുമായിരുന്നു. അങ്ങനെ എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് എൻ്റെ മമ്മിയുടെ വരവ്. മമ്മിയുടെ ഏതോ ഒരു ബന്ധുവിൻ്റെ വീട് ഇവിടെ അടുത്തെവിടെയോ ആയിരുന്നു. അവിടെ വന്നപ്പോൾ കടയിൽ സാധനം വാങ്ങാൻ വന്ന് പരിചയത്തിലായതാണ്. പിന്നീട് സൗഹൃദമായി, പ്രണയമായി, പിന്നെ അത് പറയാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയി. തമാശ കലർത്തി എബി പറയുന്നതെല്ലാം ആമി ശ്രദ്ധയോടെ കേട്ടിരിക്കുകയായിരുന്നു. ഒരു ജീവിതം തന്നെയാണ് അവൻ പറയുന്നത്. പക്ഷേ പറയുന്നതൊക്കെയും അത്രയും രസകരമായിട്ടാണ്. അവൻ്റെ അപ്പനും അമ്മയും മരിച്ചു പോയതാണ്. പക്ഷേ അവൻ ഇതെല്ലാം പറയുമ്പോഴും അപ്പനും അമ്മയും ഇപ്പോഴും അവൻ്റെ കൂടെയുള്ളതുപോലെയാണ് സംസാരിക്കുന്നത്. അത്രയും സ്നേഹത്തോടെയും അത്രയും ആകാംക്ഷയോടെയും ഒക്കെയാണ് എബി ഓരോ കാര്യങ്ങളും അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. പപ്പ ഇവിടെ ഒറ്റ മകനായിരുന്നു. പക്ഷേ മമ്മി അവിടെ 3 മക്കളിൽ ഏറ്റവും ഇളയതായിരുന്നു. മൂത്ത 2 മക്കളെയും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മമ്മിയുടെ പപ്പയും അമ്മയും വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. ഏറ്റവും ഇളയ മകളായ എൻ്റെ മമ്മി ജീന. ഏറ്റവും ഇളയ മകളായതുകൊണ്ട് മൂത്ത 2 മക്കളെക്കാളേറെ അപ്പനും അമ്മയും എൻ്റെ മമ്മിയെ സ്നേഹിച്ചതുകൊണ്ടും മമ്മിക്ക് അല്പം ദേഷ്യവും വാശിയുമൊക്കെ കൂടുതലുള്ള കൂട്ടത്തിലായിരുന്നു. പപ്പയും മമ്മിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അമ്മാമ്മ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മാമ്മ എൻ്റെ മമ്മിയുടെ നാട്ടിൽ പോയി മമ്മിയെക്കുറിച്ച് അന്വേഷിച്ചു. അപ്പോൾ അവിടെയുള്ള ഒരാൾ പോലും മമ്മിയെക്കുറിച്ച് നല്ലത് പറഞ്ഞിട്ടില്ലെന്നാണ് അമ്മാമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ചിലപ്പോൾ സത്യമായിരിക്കാം.
ആ നാട്ടിലുള്ള മിക്കവരും മമ്മി ദേഷ്യക്കാരിയാണ്, ഒരുപാട് വാശിയുള്ള സ്വഭാവമാണെന്നും അതുപോലെ സ്വഭാവം അത്ര നല്ലതല്ല എന്നുമൊക്കെയാണ് പറഞ്ഞത്. എന്നുവെച്ച് മോശം സ്വഭാവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരോട് പെരുമാറുന്ന രീതിയൊക്കെ അല്പം മോശമാണെന്നാണ്. അതുകൊണ്ട് തന്നെ അമ്മാമ്മയ്ക്ക് ഈയൊരു വിവാഹകാര്യം നടത്തുന്നത് അത്യാവശ്യം താല്പര്യമില്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു. അമ്മാമ്മ അതെൻ്റെ പപ്പയോട് തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ പ്രണയം പൂത്തെളിഞ്ഞു നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് അത് അംഗീകരിക്കാനാകുന്നതല്ലായിരുന്നു. സമരം ചെയ്ത് ഒരു കണക്കിന് അമ്മയെക്കൊണ്ട് വിവാഹത്തിന് സമ്മതിപ്പിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ആദ്യ നാളുകളിൽ വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നുവെങ്കിലും പിന്നീട് പൊരുത്തക്കേടുകൾ തുടങ്ങി. പപ്പയോട് എൻ്റെ മമ്മിക്ക് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ആ ഒരു സ്നേഹം അതിര് കവിഞ്ഞ് ഒരുതരം സ്വാർത്ഥതയിലേക്ക് മാറിപ്പോകാൻ തുടങ്ങിയിരുന്നു. പപ്പയെ മമ്മി മാത്രം സ്നേഹിക്കാൻ പാടുള്ളൂ, മറ്റാരും സ്നേഹിക്കുന്നത് ഇഷ്ടമല്ല, മറ്റാരും പപ്പയുടെ കാര്യങ്ങൾ പറയുന്നതോ അവരുടെ രണ്ടുപേരുടെയും കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതോ ഒന്നും മമ്മിക്ക് ഇഷ്ടമായിരുന്നില്ല. അമ്മാമ്മയ്ക്കാണെങ്കിൽ അപ്പൻ മാത്രമാണ് ആ സമയത്ത് ആകെ കൂട്ടുണ്ടായിരുന്നത്. അമ്മാമ്മയും മമ്മിയും കൂടി ഇടിയായപ്പോൾ അതിന് നടുവിൽ പെട്ടുപോയത് അപ്പനായിരുന്നു. പപ്പയ്ക്കാണെങ്കിൽ രണ്ടുപേരെയും വിട്ടുകളയാനാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ഒരവസ്ഥയിൽ പെട്ടുപോയി എന്ന് തന്നെ പറയാം. പിന്നെ മമ്മിയും പപ്പയും തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. അതിനിടയിൽ എരുതിയിൽ എണ്ണയൊഴിക്കാൻ എന്നതുപോലെ ചെറിയ മമ്മിയും കൂട്ടുണ്ടായിരുന്നു. അങ്ങനെ പ്രശ്നം വളർന്നു വലുതായപ്പോൾ പപ്പ മമ്മിയെ കൂട്ടി എറണാകുളത്തേക്ക് മാറി താമസിച്ചു. അമ്മാമ്മയെയും അമ്മയെയും ഒരു പുരയ്ക്ക് കീഴിൽ ഇനി അങ്ങോട്ട് കൊണ്ടുപോകാനാവില്ലെന്നൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് പപ്പ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. മമ്മിയുടെ സ്വഭാവം ഒരു പ്രത്യേക തരമായിരുന്നു. അതുകൊണ്ട് മമ്മി കാരണമാണ് പപ്പ അമ്മാമ്മയിൽ നിന്ന് അകന്നു പോയതെന്നൊക്കെ പറഞ്ഞ് ചെറിയ മമ്മി കുറേ പറയുമായിരുന്നു. ആദ്യമൊക്കെ എൻ്റെ മമ്മിയോട് അമ്മാമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും പിന്നീട് പതിയെ അതും ദേഷ്യത്തിലേക്കൊക്കെ എത്താൻ തുടങ്ങിയിരുന്നു. ആകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മകനെ തന്നിൽ നിന്ന് അകത്തി എന്നൊരു ദേഷ്യം അമ്മാമ്മയിൽ നിറഞ്ഞു നിന്നിരുന്നു. അത് കൂട്ടാൻ ചെറിയ മമ്മിയെ പോലുള്ളവർ വേറെയും. അങ്ങനെ എറണാകുളത്തേക്ക് താമസം മാറിയതിൽ പിന്നെയാണ് പപ്പയ്ക്കും അമ്മയ്ക്കും ഞാനുണ്ടാകുന്നത്. ഇടയ്ക്ക് അമ്മാമ്മ എറണാകുളത്ത് വന്ന് നിൽക്കും. പിന്നെയും അമ്മയുടെ വീട്ടുകാരായിട്ട് അധികം അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ വീട്ടിൽ നിന്ന് അമ്മയുടെ അമ്മയും അപ്പനും ഒക്കെ വല്ലപ്പോഴും വന്ന് നിൽക്കും. എറണാകുളത്തെ വീട്ടിൽ ശരിക്കും പപ്പയും അമ്മയും ഒരു സ്വർഗത്തിൽ എന്ന പോലെ കഴിഞ്ഞു. അവർക്കിടയിലേക്ക് ഞാനും. ഈ വിവാഹം കഴിഞ്ഞ ഭാര്യയെയും ഭർത്താവിനെയും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാവരിൽ നിന്നും മാറി മറ്റൊരു വീടെടുത്ത് ഒരുമിച്ച് അങ്ങോട്ട് താമസം മാറുന്നത് നല്ലതാണ്. കാരണം അവർക്കത് കൂടുതൽ അടുത്തിടപഴകാനും കൂടുതൽ സ്നേഹിക്കാനും ഒക്കെ നല്ല അവസരമാകുമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെ ആണെങ്കിലും മുമ്പ് കാലത്ത് അതൊക്കെ എന്തോ വലിയ അപരാധം ചെയ്യുന്നത് പോലെ ആയിരുന്നു. പക്ഷേ അങ്ങനെയൊരു തീരുമാനം എടുത്തത് ഇപ്പോൾ ഇരുന്ന് ഓർക്കുമ്പോൾ അമ്മ ചെയ്തതും ശരിയാണ്, അമ്മാമ്മയുടെ ഭാഗത്തും ശരിയുണ്ട് എന്ന് തോന്നിപ്പോകും എനിക്ക്. ആകെ ഒരു കൺഫ്യൂഷനാണ്. അങ്ങനെ എനിക്ക് ഏകദേശം 15 വയസ്സുള്ളപ്പോഴാണ് മമ്മിക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത്. അറിഞ്ഞു വന്നപ്പോഴേക്കും അല്പം വൈകിപ്പോയിരുന്നു. പറ്റാവുന്ന ചികിത്സകളൊക്കെ കൊടുത്തു നോക്കി. പക്ഷേ അധികം വൈകാതെ മമ്മി ഞങ്ങളെ വിട്ടു പോയി. പപ്പയ്ക്ക് എത്രയൊക്കെ പറഞ്ഞാലും മമ്മീന്ന് വെച്ചാൽ ജീവനായിരുന്നു. മമ്മി പോയത് പിന്നെ എറണാകുളത്തുള്ള വീട്ടിൽ താമസിക്കുക എന്നത് പപ്പയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് മമ്മി മരിച്ച് ഏകദേശം 1 വർഷം കഴിയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പപ്പയായിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു. മമ്മി ഉണ്ടായിരുന്ന സമയത്ത് വല്ലപ്പോഴും മാത്രം വന്നു പോകുന്നൊരിടമായിരുന്നു അമ്മാമ്മയുടെ വീട്. പക്ഷേ മമ്മി മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ നിന്ന് തുടങ്ങിയപ്പോൾ അത് അംഗീകരിക്കാൻ എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. കാരണം എറണാകുളത്ത് എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ വീട്ടിൽ നിന്ന് ഇതുപോലെ ഒരു വീട്ടിലേക്ക് വന്ന് താമസിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ട് തന്നെയായിരുന്നു. ഞങ്ങൾ ഇങ്ങോട്ട് വന്ന സമയത്ത് ഈ വീട് പഴയതായിരുന്നു. പിന്നീട് ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷമാണ് പുതുക്കി ഈ നിലയിലൊക്കെ ആക്കിയത്. ഇങ്ങോട്ട് വന്ന് ഏകദേശം 1 വർഷം. അപ്പോഴേക്കും ഒരു അറ്റാക്കിൻ്റെ രൂപത്തിൽ പപ്പയെയും ദൈവം അങ്ങോട്ട് വിളിച്ചു. മമ്മി പോയതിൻ്റെ ദുഃഖത്തിൽ നിന്നും കരകയറി വരുന്നതിന് മുന്നേ തന്നെ ദൈവം വീണ്ടും എന്നെ വിഷമത്തിൻ്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടു. ശരിക്കും ആ സമയത്തൊക്കെ എനിക്ക് എല്ലാവരോടും ദേഷ്യമായിരുന്നു. ദൈവത്തോട് പോലും ദേഷ്യം തോന്നിപ്പോയ നിമിഷങ്ങളുണ്ട്. എബിയുടെ ശബ്ദത്തിൽ തന്നെ ആകെ ഒരു തരം വിഷമം നിറഞ്ഞു വരുന്നത് ആമിക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. കാരണം ഈ ഒരവസ്ഥ മറ്റാരെക്കാൾ നന്നായിട്ട് ആമിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമല്ലോ. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.